നാദാപുരത്തെ തോൽവിയിൽ സിപിഐ സംസ്ഥാന നേതൃത്വത്തിനെതിരെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് തോൽവിയുടെ ആഘാതം കൂട്ടി. ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടും തീരുമാനം മാറ്റിയില്ല. നാദാപുരം ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിലെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനാണെന്നും വിമർശനം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പുറകെ ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും ഒക്കെ നേതൃത്വത്തിന്റെ ഒന്നിനു പുറകെ ഒന്നായി വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇപ്പോഴിതാ നാദാപുരത്തെ തോൽവിയിലും വിമർശനം വരുന്നു. തോൽവിക്ക് കാരണമായി കമ്മിറ്റി ഉയർത്തി കാണിക്കുന്ന വിമർശനങ്ങൾ എന്തെല്ലാമാണ്? നാദാപുരം ഉൾപ്പെടെയുള്ള 6 മണ്ഡലങ്ങളിൽ സിപിഐ പരാജയപ്പെടാൻ കാരണമായത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിൽ അപാകതകൾ ഉണ്ടായി. നാദാപുരത്തെ തോൽവിയിൽ ബിനോയ് വിശ്വവും സത്യൻ മൊകേരിയുമാണ് ഉത്തരവാദി എന്ന് തന്നെയാണ് നാദാപുരം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ തുറന്നടിച്ചത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ ആർക്കും ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സി പി എമ്മിന് ഒട്ടും സ്വീകാര്യമല്ലായിരുന്നു. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ അതിൽ നിന്നും പിന്മാറാനോ ഈ നിലപാട് തിരുത്താനോ തയ്യാറായില്ല. വീണ്ടും ആ സ്ഥാനാർത്ഥിയെ തന്നെ കെട്ടിയിറക്കുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിലും ചെറിയ വോട്ടിന് വിജയിക്കാനാവുന്ന സാഹചര്യം നാദാപുരത്ത് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇതുവരെ സിപിഐ പരാജയപ്പെടാത്ത ഒരു മണ്ഡലം കൂടിയാണ്. ആ രീതിയിൽ തന്നെ അതിനെ കാണണം. ആ രീതിയിൽ മറ്റു ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വിജയിക്കാവുന്ന, ചെറിയ വോട്ടിനാണെങ്കിൽ പോലും വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും സത്യൻ മൊകേരിയുടെ ഭാര്യയെ കെട്ടിയിറക്കിയത് തന്നെയാണ് ഈ രീതിയിലുള്ള പരാജയത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് അംഗങ്ങൾ തുറന്നടിച്ചത്. അങ്ങനെ രൂക്ഷ വിമർശനം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നാദാപുരം മണ്ഡലം കമ്മിറ്റി യോഗത്തിലുണ്ടായത്.